വെൽക്കം ടു സ്പീഡ് ട്രാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിൽ പല ആളുകളും കാർ ഓണേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ കാറിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസ് സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമിൽ പോകാറുണ്ട്. അങ്ങനെ ഷോറൂമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്പർ 1, അതായത് നമ്മൾ സർവീസിന് വാഹനം കൊണ്ട് ചെല്ലുന്നതിന് മുമ്പേ നമ്മളെ വാഹനത്തിൻ്റെ സർവീസ് ഏതാണ്, ആ ഒരു സർവീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ അവിടെ പോയിട്ടാണ് സാധാരണ വാഹനത്തിന് ഇന്ന സർവീസാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളറിയില്ല, അവിടെ പോയിട്ടാണ് പൊതുവെ. അതിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം സർവീസ് സെൻറ്ററിലേക്ക് പോകാനായിട്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല, അതായത് പീരിയോഡിക് മെയിൻ്റനൻസ് സർവീസിൻ്റെ ചാർജുകൾ, അതുപോലെ തന്നെ ഏതൊക്കെ കിലോമീറ്ററിലാണ് നമ്മുടെ സർവീസ് വരുന്നത്, ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അതിലെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വാഹനമാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ വാഹനത്തിൻ്റെ സൈറ്റ് പോയി, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് മാരുതി സുസുക്കിയാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ മാരുതി സുസുക്കിൻ്റെ സൈറ്റിൽ പോവാം. സൈറ്റ് പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. സോ അത് ചെക്ക് ചെയ്തിട്ട് ഷോറൂമിലേക്ക് പോവുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഷോറൂമിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വൈസർ നിങ്ങളെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു അഡ്വൈസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇതാണ് സർവീസ്, ഈ സർവീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുക, ഫ്ലൂയിഡ് ടോപ്പപ്പ് ഉണ്ടെങ്കിൽ അത്, വാഷിംഗ് ഉണ്ടെങ്കിൽ അത്, ഓയിൽ ഫിൽറ്റർ, എയർ ഓയിൽ ഫിൽറ്റർ, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അഡ്വൈസർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നല്ലൊരു അഡ്വൈസർ ആണെന്നുണ്ടെങ്കിൽ. അഡ്വൈസർ ജോബ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, പ്രഷറുള്ള, കുറച്ച് തിരക്കുള്ള ഒരു ജോലിയാണ്. സോ ചില സമയത്ത് അവർ ചിലപ്പോൾ പറയാൻ ബിസി ആയി പോവാം, മറന്നു പോവാം. അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ വാഹനം കൊണ്ട് ചെന്നപ്പോൾ അഡ്വൈസറുമായി സംസാരിച്ചപ്പോൾ അവർ ഇതിലെന്തൊക്കെ വരുന്നുള്ളത് ആ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ലാണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. കാരണം ആവശ്യം നിങ്ങളുടേതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. നമ്പർ 3, വാലിഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും വണ്ടിയിലുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വെച്ചിട്ടേ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാനേ പാടുള്ളൂ. ഫോർ എക്സാമ്പിളായിട്ട് പേഴ്സ്, അതേപോലെ നമ്മളെന്തെങ്കിലും ഓർണമെൻറ്റ്സ്, വിലപിടിപ്പുള്ള ഐപാഡ്സ്, ഫോണ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ വാഹനങ്ങളിൽ വെക്കും അല്ലെ, ചിലപ്പോൾ പൈസയൊക്കെ ഇട്ടിച്ചേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വാലിഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വാഹനത്തിൽ നിന്നും മാറ്റി വെക്കണം. പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ വണ്ടി സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ, കാരണം ചിലപ്പോൾ ഉള്ളിലൊക്കെ വർക്ക് ഉണ്ടാവും, ചിലപ്പോൾ സീറ്റിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മറിച്ചിട്ടുകൊണ്ടൊക്കെ പണിയെടുക്കേണ്ടി വരും. സോ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കേട് വരാനോ അല്ലെങ്കിൽ മിസ്സാവാനോ അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർണമെൻറ്റ്സ്, നമ്മുടെ വാലിഡ് ആയിട്ടുള്ള വസ്തുക്കളും, അതുപോലെ തന്നെ ഈ പെൻ ഡ്രൈവ്, ഡാറ്റ കേബിൾ, ഇതടക്കം നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്തിട്ട് വേണം സർവീസ് സെൻറ്ററിലേക്ക് കൊടുക്കാനായിട്ട്. നമ്പർ 4, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സാധാരണ ഇപ്പോൾ ഒരു വാഹനമാണ്, അതിന് എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് ആദ്യമേ അനലൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടിയാകുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഫ്രണ്ടിലൊരു ചെറിയ അടിയുണ്ട്, ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സർവീസിന് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് പറയാറുണ്ട്, ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കത് എവിടെ നിന്നാണ് ആ ഒരു ശബ്ദം വരുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്ക് ആവും. പിന്നീട് സർവീസ് അഡ്വൈസർ മെക്കാനിക്കിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, അവരെന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്ത് വെക്കുകയും ചെയ്യും, മറ്റേത് ഒന്ന് ട്രൈ ചെയ്ത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് എവിടെ നിന്നാണ് സൗണ്ട്, ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ വാഹനത്തിന് ഫ്രണ്ടിൽ ഒരു സൗണ്ട് ഉണ്ട് നിൽക്കുക. അപ്പോൾ എപ്പോഴാണ് ആ സൗണ്ട് വരുന്നത്, നമ്മൾ ഫസ്റ്റിലിട്ട് എടുക്കുമ്പോഴാണോ, സ്റ്റിയറിംഗ് ഓടിക്കുമ്പോഴാണോ, കയറ്റം കയറുമ്പോഴാണോ, സ്പീഡിൽ പോകുമ്പോഴാണോ, ഗട്ടർ ഓടിക്കുമ്പോഴാണോ, അതുപോലെ ഫ്രണ്ടിൽ എവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്, ഡാഷിൽ നിന്നാണോ, ഫ്രണ്ട് ലെഫ്റ്റിൽ നിന്നാണോ, റൈറ്റിൽ നിന്നാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, അതായത് അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അഡ്വൈസറുമായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ 5, അതായത് ഇപ്പോൾ നമ്മൾ അഡ്വൈസറിനെ മീറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സർവീസിൽ ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കണം അപ്രോക്സിമേറ്റ് എത്ര എമൗണ്ട് വരും എന്നുള്ളത്. കാരണം നമ്മളിൽ പല ആളുകളും ഫിനാൻഷ്യലി പല രീതിയിലുള്ള ആളുകളായിരിക്കും അല്ലേ. ചില ആളുകൾ പൈസ ഉള്ളവരുണ്ടാവും, ചിലപ്പോൾ പൈസ ഇല്ലാത്ത ആളുകളായിരിക്കാം, ചിലപ്പോൾ പൈസ സംഘടിപ്പിച്ചിട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള പൈസ ചിലപ്പോൾ 5000 അല്ലെങ്കിൽ 6000 ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ മേ ബി സർവീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 7000 8000 ഒക്കെ ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അഡ്വൈസറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ
ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കണം അപ്രോക്സിമേറ്റ് എത്ര വരിക എന്നുള്ളത്. അതായത് പൈസ ഉണ്ടോ ഇല്ലെന്ന് സംശയമുള്ള ആളുകൾ ചോദിച്ചാൽ മതി കേട്ടോ, അല്ലാത്തവർ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അപ്രോക്സിമേറ്റ് എത്ര വരും എന്നുള്ളത് അവരോടൊന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ക്യാഷ് അറേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സർവീസ് അഡ്വൈസർ നമ്മുടെ വാഹനത്തിൻ്റെ വാക്ക് അറൗണ്ട് ചെയ്യും. അതായത് അതിനെന്തെങ്കിലും സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ ടാബ്ലറ്റ് ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് വെക്കാറാണ്. മുമ്പൊക്കെ ഇങ്ങനെ പേപ്പറിൽ എഴുതി മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു രീതിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്വൈസറിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മളെ വണ്ടിക്ക് എവിടേക്കാണ് സ്ക്രാച്ച് ഉള്ളത് എന്നുള്ളത് നമ്മളും കൂടി ഒന്ന് നോക്കി മനസ്സിലാക്കണം. പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഫോട്ടോ കൂടി എടുത്ത് വെക്കണം. ഇത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മൾ വീട്ടിൽ ആരുടെയെങ്കിലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ വണ്ടിമേ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവാം. അതിനുശേഷം നമ്മൾ സർവീസൊക്കെ ചെയ്ത് വണ്ടി നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ആ സ്ക്രാച്ച് കാണും. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളടുത്തുള്ള കുറ്റം കൊണ്ട് ചിലപ്പോൾ ഷോറൂമുകാരുമായിട്ട് ബുദ്ധിമുട്ടിലാവേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപകാരപ്പെടും. നമ്മളതല്ലാത്ത എന്തെങ്കിലും സ്ക്രാച്ചസ് അവരുടെ നിന്ന് തട്ടേ മുട്ടേ ഡെൻറ്റും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിന് ഒബ്ജക്റ്റ് ചെയ്യാനും ഇത് ഉപകരിക്കും. സോ നിങ്ങളും ഒപ്പം നിന്നൊന്ന് നോക്കി മനസ്സിലാക്കുക. പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. ഏഴാമത്തെ കാര്യം, നമ്മളെ വണ്ടീൻ്റെ സ്റ്റെപ്പിനിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം കൃത്യമായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ ബാറ്ററി ഏതാണെന്നുള്ളതും ആ ബാറ്ററിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ വാഹന സർവീസിന് കൊടുക്കുന്നതിന് മുമ്പേ വണ്ടീൻ്റെ ഡിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട്, അതായത് എൻജിൻ റൂം തുറന്ന് നമ്മൾ ഡിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എൻജിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എട്ടാമത്തെ കാര്യം, സർവീസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മളെ വാഹനത്തിന് എന്തെങ്കിലും പാർട്ടും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൻ്റെ പാർട്സൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മളോട് വിളിച്ച് പെർമിഷൻ ചോദിച്ചതിന് ശേഷം പാർട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ AC ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും. സർവീസ് ആണെന്ന് വെച്ചെങ്കിൽ അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഈ മാറ്റി വെച്ച പാർട്ടുകളൊക്കെ നമ്മുടെ വാഹനത്തിൻ്റെ ട്രങ്കിൽ, അതായത് നമ്മുടെ ബൂട്ടിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സാധാരണ അങ്ങനെ ഇടാറുണ്ട്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയിൽ മാറ്റി വെച്ച പാർട്സുകളൊന്നും കാണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, ഇന്ന സംഭവം മാറ്റിയെന്ന് പറഞ്ഞു, ആ സാധനം ബൂട്ടിൽ കാണുന്നില്ല ഉണ്ടെങ്കിൽ അതെവിടെ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് നോക്കണം. നമ്പർ 9, അതായത് ഇപ്പോൾ നമ്മൾ വാഹനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി, അതായത് സർവീസ് അങ്ങ് കഴിഞ്ഞ് വാഹനം റെഡി ആയി നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബില്ല് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അതായത് മേജർ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മേജർ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബില്ല് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് അഡ്വൈസറിനോ അല്ലെങ്കിൽ ഫ്ലോർ ഇൻചാർജിനോ അങ്ങനെ കാര്യപ്പെട്ട ആരെ വെച്ചാൽ ഇരുത്തിയിട്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ആ ഒരു കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ നമ്മൾ ബില്ല് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീ ഇൻവോയ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അത് സാധാരണ ഒരു A4-ലായിട്ട് ഒരു പ്രീ ഇൻവോയ്സ് കിട്ടും. ബില്ല് അടയ്ക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ബില്ലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്സിലോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ ഇൻവോയ്സ് തരുന്നത്. അപ്പോൾ ഈ ഒരു പ്രീ ഇൻവോയ്സ് അധികം ആളുകളും ചെക്ക് ചെയ്യാത്ത ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ അഡ്വൈസറുമായിട്ട് കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്യണം. കാരണം ഈ ഒരു ബില്ലിങ്ങിൽ തെറ്റുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്പർ 10, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല ഒരു സർവീസ്, വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയ്ത അഡ്വൈസറിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ മറക്കണ്ട. പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് സി യു അഗൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോരാൻ പറ്റുള്ളൂ. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടിപ്പാണ്. കാരണം നമ്മൾ സാധാരണ സർവീസ് സെൻറ്ററിൽ പോകുന്നിടത്ത് തന്നെ ആയിരിക്കും നമ്മൾ അധികവും പോവാറ് അല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു വട്ടം നമ്മളവിടെ സർവീസ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ വട്ടം നമ്മൾ അടുത്ത സർവീസിന് അവിടേക്ക് വരുമ്പോൾ ഈ ഒരു അഡ്വൈസറുമായിട്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആവാനും അയാൾ നമ്മുടെ കാര്യത്തിൽ കുറച്ചും കൂടി കെയറിങ് എടുക്കാനും നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കി തരാനും മച്ച് ബെറ്റർ ആക്കി തരാനൊക്കെ അയാൾ ശ്രമിക്കും. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ് അല്ലേ. സോ അയാളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ ഈ പോയിന്റുകൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.